ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് പൂർത്തിയായി 6 മണിവരെ 63% വോട്ടുകളാണ് രേഖപ്പെടുത്തി എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വരുന്നത്. അന്തിമ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പാർട്ടികൾ നിലവിൽ വെച്ചു പുലർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനിടെ ചില ബൂത്തുകളിൽ കള്ളവോട്ടും പണവിതരണവും എല്ലാം ഭരണകക്ഷി ആരോപിച്ചു. ശനിയാഴ്ച വോട്ടെണ്ണുന്നതിന് മുമ്പ് രാജ്യതലസ്ഥാനത്ത് ആര് വാഴും ആര് വീഴും എന്നതിലേക്കുള്ള സൂചന 6:30-ക്കുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്നതായിരിക്കും. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, അങ്ങനെ രാജ്യതലസ്ഥാനം വിധി എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരുന്നു പോളിംഗ്? പൂജ, രാജ്യതലസ്ഥാനത്ത് പ്രതീക്ഷ രീതിയിൽ തന്നെ ആളുകൾ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടിയുടെയും BJPയുടെയും കോൺഗ്രസിന്റെയും കണക്കുകൂട്ടലുകൾ എന്തായിരുന്നു അതേ രീതിയിൽ തന്നെ ഇതിനോടകം 63% ആയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 7 മണിയോടുകൂടിയായിരിക്കും അന്തിമ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും 67% മുകളിൽ പോകും ഈ വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്നതാണ് പറയുന്നത്. അതായത് 2015 രേഖപ്പെടുത്തിയതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. 2020 62.56% നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ആ സൂചനകൾ, ആദ്യ സൂചനകൾ എക്സിറ്റ് പോളിൻ്റെ രീതിയിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളായി നമുക്ക് മുന്നിലേക്ക് എത്തിത്തുടങ്ങും. പുറകിൽ സ്ക്രീനുകൾ തയ്യാറാണ്. എന്തായാലും 6:30 തന്നെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ എത്തിത്തുടങ്ങുമെന്നുള്ളതാണ്. ഈ വോട്ടിംഗ് ശതമാനം ഇതിനോടകം 63% കടന്നിട്ടുണ്ടെങ്കിൽ പോലും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ, അതായത് ന്യൂഡൽഹി, കൽക്കാജി പോലെ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലം കൂടെയാണ്. അവിടെയെല്ലാം പകുതിയോടെ, അതായത് 50%, 52%, 53% അവിടെ അരവിന്ദ് കെജ്രിവാളും മുഖ്യമന്ത്രി അതിഷിയും ഉൾപ്പെടെയുള്ളവർ ഒരു ത്രികോണ മത്സരത്തിൽ തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു, പോരാടിയിരിക്കുന്നു. അവിടെ വോട്ടിംഗ് ശതമാനം കാര്യമായിട്ട് വർദ്ധിക്കാത്തത് ഈ പാർട്ടികളെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും ആശങ്ക ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും മധ്യവർഗം, ഈ സാലറിഡ് ക്ലാസ് എന്ന് പറയുന്ന ഡൽഹിയിലെ പ്രധാന കക്ഷികളുടെ എല്ലാം ഫോക്കസ് ആയിരുന്നവർ അധികമായിട്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി. അവർ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ള ആത്മവിശ്വാസം ഈ പ്രധാനപ്പെട്ട പാർട്ടികൾക്കുണ്ട്. അവരുടെ ആശയം ആളുകളിലേക്ക് എത്തിച്ചിരുന്നു. രാവിലെ തന്നെ രാഹുൽ ഗാന്ധിയും ദ്രൗപദി മുർമു, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ അടക്കം പോൾ രേഖപ്പെടുത്തി. പിന്നാലെ ആളുകളോട് കൂട്ടമായി എത്തി പോളിംഗ് രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 2015 ശേഷം ഡൽഹി കണ്ട ഏറ്റവും മികച്ച ഒരു പോളിംഗിലേക്കാണ്, കണക്കിലേക്കാണ് 2025 പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ആദ്യ സൂചനകൾ എക്സിറ്റ് പോളിൻ്റെ ഫലത്തിലും നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ ആകാംക്ഷയുണ്ട് എങ്ങനെയായിരിക്കും ഈ പരമ്പരാഗതമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളായിരിക്കും അല്ലേ ഇനി ഏറ്റവും നിർണായകമായിട്ട് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ അർജുൻ? ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സ്ഥിരമായിട്ട് ആ സ്ഥാനം നിലനിർത്തണം, BJPക്ക് തിരിച്ചു വരണം, തങ്ങളുടെ നില കോൺഗ്രസിന് മെച്ചപ്പെടുത്തണം. ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങൾ, തമ്മിൽ പോര് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ രാജ്യതലസ്ഥാനത്ത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെയും ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്? പൂജ, തീർച്ചയായിട്ടും ഈ ഡൽഹിയിലെ വലിയ ശതമാനം മണ്ഡലങ്ങളും ഒരു ആം ആദ്മി പാർട്ടി കോട്ട തന്നെയാണ്. കഴിഞ്ഞ 2 തവണയായിട്ടും അവരുടെ ഒരു അപ്രമാദിത്വം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തവണത്തേക്ക് വലിയ രീതിയിലുള്ള പോരാട്ടം ആം ആദ്മി BJP തമ്മിൽ ഉണ്ടായിരിക്കുന്നു. അവിടെ കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്താൻ വേണ്ടി ശക്തമായിട്ടുള്ള പ്രചരണം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും ആം ആദ്മിയെ ഡൽഹി തുണയ്ക്കുമോ അതോ BJPക്ക് ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ചാൻസ് നൽകുമോ എന്നുള്ള കാര്യം, ആ കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഉറ്റുനോക്കുന്നത്. ഈ 70 മണ്ഡലങ്ങളിലും കോൺഗ്രസ് എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും എത്രയെത്ര സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ജയിക്കും, എത്രയെത്ര സീറ്റുകളിൽ BJP വരുമെന്നുള്ള കാര്യം ഉറ്റുനോക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട് മധ്യവർഗം എത്തി എന്നുള്ളത്. BJPക്കും അവരുടെ ഉദ്ദേശം, അവരുടെ ആശയങ്ങൾ, ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും വാഗ്ദാനങ്ങളും എത്തിക്കാൻ സാധിച്ചു. തീർച്ചയായും കോൺഗ്രസ് എത്രത്തോളം വോട്ടുകൾ പിടിക്കുമെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും എന്തായാലും രാജ്യ തലസ്ഥാനത്ത് ഇനി ആര് വാഴും. അരവിന്ദ് കെജ്രിവാൾ മടങ്ങിയെത്തുമോ അതല്ലെങ്കിൽ മോദിയുടെ പ്രഭാവത്തിൽ ഒരു BJP സർക്കാർ വരുമോ എന്നുള്ള കാര്യം അറിയാൻ അല്ലെങ്കിൽ അതിലേക്കുള്ള വഴിയൊരുക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നുള്ള അനുസരിച്ച് തന്നെയായിരിക്കും. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.